friends, welcome to deindiancuisines. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ വെജ് കറിയാണ് പാലക് പനീർ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ പാലക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്ക് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തണ്ട് മാറ്റിയിട്ട് എൻ്റെ ഇല മാത്രമാണ് നമ്മൾ ഈ കറിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു കെട്ട് പാലക്കാണ് എടുത്തേക്കുന്നത്. ഒരു മീഡിയം സൈസ്ഡ് ഒരു കെട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പൊടിയായിട്ട്. പിന്നെ ഒരു മീഡിയം സൈസ്ഡ് തക്കാളി വേണം. അത് ഞാൻ മിക്സറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഈ റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി 1 ഇഞ്ച് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവിക്ക് കുറച്ചും കൂടെ ഒരു റിച്ച് ടേസ്റ്റ് കൊടുക്കും. പിന്നെ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പനീറാണ്. അപ്പോൾ ഇത് ഫ്രോസൺ പനീറാണ്. അപ്പോൾ ഞാനിത് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് സ്ട്രെയിൻ ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 150 ഗ്രാമോളം വരും. പിന്നെ നമുക്കിനി സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 നുള്ള് കസൂരി മേത്തി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ റോസ്റ്റഡ് ക്യുമിൻ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, എണ്ണ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. ഞാൻ തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് പാലക്ക ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് പാലക്ക ഇട്ട് ഒരു 5 മിനിറ്റ് വെക്കും. അതിനുശേഷം നമ്മളിത് ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ബ്ലാഞ്ചിങ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ പാലക്ക കുതിർത്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ പാലക്ക് ഞാൻ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പാലക്കും പച്ചമുളകും കൂടെ ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സറിൽ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പ്യൂരി ഫോമിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു പ്യൂരി ഫോമിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി പ്രോസസ്സ് നോക്കാം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് പനീർ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ പനീർ ഡയറക്റ്റ് തന്നെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിനി ഇതേ ഓയിലിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഓയിലിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് നന്നായിട്ട് നമുക്ക് സവാള വഴണ്ട് കിട്ടണം. ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സവാള ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ടൊമാറ്റോ നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തി ഒന്ന് കയ്യിൽ നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകപ്പൊടി. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പാലക്കിൻ്റെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കാരണം നമ്മൾ ഇതിനെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകി വരും. അപ്പം കുറച്ചും കൂടെ ലൂസായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപ്പ് നോക്കുക. കാരണം നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്തത്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഈ ഗ്രേവി തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇതിപ്പോൾ നമ്മുടെ ഗ്രേവി ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പതുക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു ലോ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതിന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഗ്രേവിയിൽ പിടിക്കും. അപ്പോൾ കൂടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു 6-7 ചെറിയ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കൂടുതൽ നേരം കുക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു വെജിറ്റേറിയൻ ഗ്രേവിയാണ്. നാനിൻ്റെ കൂടെയും ജീര റൈസിൻ്റെ കൂടെയൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.